നമസ്കാരം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 എന്ന പുതുവർഷം ഇവർക്ക് ചില അത്ഭുതകരമായ കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയം തന്നെയാകുന്നു. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർ 2025 അവർ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നോ, ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നുവോ ആ കാര്യങ്ങളിലെല്ലാം കരുതൽ, ശ്രദ്ധ വേണ്ടതാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ 2025 ഇവർക്ക് മാറുന്നതുമാണ്. വർഷാരംഭത്തിൽ തന്നെ തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. തൊഴിൽപരമായി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രശ്നങ്ങൾ പലതുണ്ട് ജീവിതത്തിൽ, അത് പരിഹരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പരിഹരിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിന് സാധിക്കുന്നതായ സാഹചര്യമാണ് 2025 നിങ്ങളെ തേടിയെത്തുക. പ്രശ്നങ്ങൾ പരിഹരിക്കാനും തൊഴിൽപരമായ ഉയർച്ചയ്ക്ക്, തൊഴിൽപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വർഷമായി തന്നെ 2025 മാറും. പലപ്പോഴും സ്വന്തമായി ചില കാര്യങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലവിധ ചിന്തകൾ, തടസ്സങ്ങൾ, പല കാര്യങ്ങളും നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ 2025 സ്വതന്ത്രമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ വർഷത്തിന്റെ ആദ്യ പകുതി ഏറ്റവും ഉത്തമമാണ്. അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വന്നു ചേരുന്നതായ തടസ്സങ്ങളെ പോലും അതിജീവിച്ച് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്ന സാഹചര്യങ്ങളാണ് രൂപപ്പെടുക. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കഴിവുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് പലപ്പോഴും പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയോ ആ കഴിവുകൾ വളർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ നിരന്തരമായ പരിശ്രമത്തിലൂടെ കഴിവുകൾ വളരെയധികം വർദ്ധിപ്പിക്കുവാൻ, നിലനിർത്തുവാൻ നിങ്ങൾക്ക് സഹായകരമായ ഒരു വർഷം തന്നെയാണ് ഇത്. വളർത്താൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി മാറുകയും ചെയ്യും. പരീക്ഷണകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ നീങ്ങുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം സംവാദങ്ങളിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ തിളങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. കൂടാതെ ഈ സമയം പഠനം, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് നോക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോവുകയും അവിടെ നിന്നും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പഠനത്തിനായുള്ള ചില തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കി വിദേശത്തേക്ക് പറക്കുവാൻ സാധിക്കും. കൂടാതെ ജോലിക്കായുള്ള ശ്രമങ്ങൾ അത് വിജയം കാണും. തുടക്കത്തിൽ വന്നു ചേരുന്നതായ ആ തടസ്സങ്ങൾ അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. വിദേശത്തേക്ക് പോകുവാൻ അനുകൂലമായ സമയം. തൊഴിലില്ലാത്തവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സർക്കാർ സ്ഥാപനങ്ങളിലാണ് എങ്കിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിൽ തീർച്ചയായും കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. സർക്കാർ ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ശ്രമിക്കുക. നടക്കാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. വിവാഹം നോക്കുന്നവരാണ് എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരാം.
വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അനുകൂലമായ ബന്ധം വന്നു ചേരാം. പ്രണയികൾക്ക് വിവാഹബന്ധം നടക്കുവാൻ, വിവാഹത്തിലേക്ക് ആ പ്രണയബന്ധം എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളും അനുകൂലമായി തീരാം. എന്നാൽ മാർച്ച് മാസം ഒടുവിലെ ശനിമാറ്റം വ്യക്തിത്വവും വികസനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വ്യക്തിത്വ വികസനവും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പക്വത കൈവരിക്കുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, മറ്റ് നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും എന്നതാണ് വാസ്തവം. അനുകൂലമായി തീരും. മുതിർന്നവർക്ക് കുടുംബപരമായ സൗഖ്യം ഈ സമയം വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യം കൂടിയാണ് വന്നു ചേരുക. പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാകുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം. പല കാരണങ്ങൾ കൊണ്ടും സന്തോഷം കുടുംബത്തിലേക്ക് കടന്നു വരാം. ലോൺ പോലുള്ള കാര്യങ്ങൾ പാസ്സാകുവാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ്. വിദേശ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കുക, തൊഴിലിൽ നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ശ്രീകൃഷ്ണ പ്രീതി വരുത്തേണ്ടതായ സമയമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ സമയം സാക്ഷാൽ ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ഈ സമയം ആ കാര്യം ചെയ്യുക. കൂടാതെ വീട് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഈ വർഷം വന്നു ചേരാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ തർക്കങ്ങളാലോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ആകാം. അതിനാൽ വീട് മാറി താമസിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ദൂരദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് കാരണങ്ങളാലോ ഇത്തരം യാത്രകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, കൈകളിലേക്ക് പണം വന്നു ചേരും എങ്കിൽ പോലും അത് നിൽക്കാത്തതായ അവസ്ഥ ചില സമയങ്ങളിൽ നിങ്ങൾ നേരിടേണ്ടതായി വരാം. പണം പല വഴിക്ക് പോകുന്നതായ സാഹചര്യം വന്നു ചേരും. അത് അമിതമായ ചിലവിനാൽ കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എടുത്തുചാട്ടം നടത്തുകയും അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. എടുത്തുചാട്ടം നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. ആഭരണങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഭരണങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ മാറ്റി വാങ്ങുക അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ ആ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വിധി തന്നെ ലഭിക്കാനുള്ള സാധ്യത ഈ വർഷം നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കേണ്ടതായ നേട്ടങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ലാഭം കടന്ന് വരാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ലഹരിയിൽ നിന്നും മുക്തി നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ലഹരി ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് മാനസികപരമായ ഒരു പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. ശ്രമിക്കുകയാണ് എങ്കിൽ അത് ഈ വർഷം സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. അമിതമായ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. വരവറിഞ്ഞു വേണം ചെലവ് ചെയ്യുവാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതല്ല എങ്കിൽ പിന്നീട് അത് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഒന്നുകൂടി ആലോചിച്ച് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾക്ക് കാരണമായി തീരാം. കൂടാതെ മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങൾ സാക്ഷാൽ മുരുകസ്വാമിയെ നിങ്ങൾ ഭജിച്ച് മുന്നോട്ട് പോകുന്നതും ഉത്തമമാണ്. ഈ സമയം മുരുകസ്വാമിയെ ഭജിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും ഇന്നേ ദിവസം പ്രത്യേകിച്ചും മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങളുടെ സൗഭാഗ്യം ഇരട്ടിപ്പിക്കുന്നതിന് സഹായകരമായി തീരും.
തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ ആ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക.